അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിരിദല്ലാഹ്. അമ്മാ ബഅദ്. മൻ ഫഅല ഹാദാ ഖസസുൻ നബിയീൻ, ഒന്നാം ഭാഗം, ഇബ്രാഹിം നബിയുടെ ചരിത്രം. മൻ ഫഅല ഹാദാ, ആരാണിത് ചെയ്തത്? മൻ, ആര്, ഫഅല, പ്രവർത്തിച്ചു, ഹാദാ, ഇത്. ഇനി പാഠഭാഗത്തിലേക്ക് നോക്കി. വറജഅൻ നാസു, ജനങ്ങൾ മടങ്ങി. ജനങ്ങളൊക്കെ ഉത്സവത്തിലേക്ക് പോയതായിരുന്നല്ലോ, ഒക്കെ തിരിച്ചു വന്നു. വദഖലൂ ഫീ ബൈത്തിൽ അസ്നാം, ബിംബഗേഹത്തിൽ അവർ പ്രവേശിച്ചു. ബൈത്ത്, വീട്, അസ്നാം, ബിംബങ്ങൾ. വഅറാദന്നാസു, ജനങ്ങൾ ഉദ്ദേശിച്ചു, അൻ യസ്ജുദൂ, സാഷ്ടാംഗം ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ, ലിൽ അസ്നാം, ബിംബങ്ങൾക്ക്. ലി അന്നഹു യൗമു ഈദ്, ലി, കാരണം, അന്ന, തീർച്ചയായും, ഹു, അന്ന്, യൗമു ഈദ്, പെരുന്നാൾ ദിവസമാണ്, ആഘോഷ ദിവസമാണ്. അപ്പോൾ ആഘോഷ ദിവസമാകുമ്പോൾ പ്രത്യേകം ആരാധന അർപ്പിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് അവർ ബിംബത്തിന് സുജൂദ് ചെയ്യാൻ ഉദ്ദേശിച്ചു. വലാകിൻ തഅജ്ജബന്നാസ്, പക്ഷേ ജനങ്ങൾ അത്ഭുതപ്പെട്ടു. വദഹിഷു, അവർ പരിഭ്രാന്തരായി. വതഅസ്സഫന്നാസു, ജനങ്ങൾ ദുഃഖിതരായി. വഗളിബു, അവർ ദേഷ്യപ്പെടുകയും ചെയ്തു. ഖാലു, അവർ പറഞ്ഞു, മൻ ഫഅല ഹാദാ ബിആലിഹത്തിനാ, ആരാണ് നമ്മുടെ ആരാധ്യരെ കൊണ്ട് ഈ ചെയ്തത്? മൻ, ആർ, ഫഅല, ചെയ്തു, ഹാദാ, ഇത്, ബിആലിഹത്തിനാ, നമ്മുടെ ആരാധ്യരെ കൊണ്ട്. ബി, കൊണ്ട്, ആലിഹത്ത്, ആരാധ്യർ, നാ, നമ്മുടെ. ആലിഹത്ത്, ഇലാഹ് ജമ്മ് ആലിഹത്ത്, ആരാധ്യർ. ഇലാഹ്, ആരാധ്യൻ. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. ആ ഇലാഹിൻ്റെ ബഹുവചനാണ്, ജമ്മാണ് ആലിഹത്ത്, ആരാധ്യർ. ഖാലു, അപ്പോൾ അവർ തന്നെ പറഞ്ഞു, സമിഅന, നാം കേട്ടിട്ടുണ്ട്, ഫതൻ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്, ഒരു യുവാവിനെ കുറിച്ച്, യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം, യദ്കുറുഹും, ആ ആരാധ്യ വസ്തുക്കളെ കുറിച്ച് ഇങ്ങനെ പറയുന്ന, കുറ്റപ്പെടുത്തി പറയുന്ന, യുഖാലു ലഹു ഇബ്രാഹിം, അവനെക്കുറിച്ച് ഇബ്രാഹിം എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇബ്രാഹിം എന്ന പേരുള്ള ബിംബങ്ങളെ കുറ്റം പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവനായിരിക്കും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവർ വിളിച്ചു കൊണ്ടുവന്ന് ചോദിക്കുകയാണ്. ഖാലു, അവർ ചോദിച്ചു, അൻത ഫഅൽത, നീയാണോ ഈ ചെയ്തത്? അൻത, നീയാണോ, ഫഅൽത, ഈ ചെയ്തത്, ഹാദാ, ഈ ചെയ്തത്, ബിആലിഹത്തിന, ഞങ്ങളുടെ ആരാധ്യരെ കൊണ്ട് ഈ ചെയ്തത് നീയാണോ? യാ ഇബ്രാഹിം, ഇബ്രാഹിമേ. ഖാല, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ബൽ, അല്ല, മറിച്ച്, ഫഅലഹു, അത് ചെയ്തിരിക്കുന്നു, കബീറുഹും ഹാദാ, അവരിലെ ഈ വലിയവൻ,
ബൽ ഫഅലഹു കബീറുഹും ഹാദാ, മറിച്ച് അവരിലെ ഈ വലിയവനാണത് ചെയ്തിട്ടുള്ളത്. ഫസ്അലൂഹും, അതുകൊണ്ട് അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഇൻകാനു യൻതിഖൂൻ, ഇവകൾ സംസാരിക്കുമെങ്കിൽ. അതുകൊണ്ട് ഇസ്അലു, നിങ്ങൾ ചോദിക്കൂ. ഹും, ഈ ബിംബങ്ങളോട്. ആരത് ചെയ്തതെന്ന് ചോദിച്ചോളി. ഇൻകാനു, ആ ബിംബങ്ങളാണെങ്കിൽ യൻതിഖൂൻ, സംസാരിക്കുമെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ. വഖാനന്നാസു, ജനങ്ങളായിരുന്നു. യഅരിഫൂന, അവർക്കറിയുമായിരുന്നു. അന്നൽ അസ്നാം, തീർച്ചയായും ബിംബങ്ങൾ. ഹിജാറത്തുൻ, കല്ലുകളാണ്. വഖാനു യഅരിഫൂൻ, അവർക്കറിയുമായിരുന്നു. അന്നൽ ഹിജാറത, തീർച്ചയായും കല്ല്. ലാ തസ്മഉ, അത് കേൾക്കുകയില്ല. വലാ തൻതിഖു, അത് മൊഴിയുകയുമില്ല, സംസാരിക്കുകയുമില്ല എന്നവർക്കറിയുമായിരുന്നു. വഖാനു യഅരിഫൂൻ, അവർക്കറിയുമായിരുന്നു. അന്ന സ്വനമൽ അക്ബറ ഐളൻ ഹജറുൻ, തീർച്ച ഏറ്റവും വലിയ ബിംബവും കല്ലാണ്. വഅന്ന സ്വനമൽ അക്ബർ, തീർച്ച ഏറ്റവും വലിയ ബിംബം. ലാ യഖ്ദിറു അൻ യംശിയ, അതിന് നടക്കാൻ സാധിക്കുകയില്ല. ലാ യഖ്ദിറു, അതിന് സാധിക്കുകയില്ല. അൻ യംശിയ, നടക്കാനും. വയതഹറക, ചലിക്കാനും സാധിക്കുകയില്ല. വഅന്ന സ്വനമൽ അക്ബറ, ഏറ്റവും വലിയ ബിംബം തീർച്ചയായും. ലാ യഖ്ദിറു, അതിന് സാധിക്കുകയില്ല. അൻ യക്സിറൽ അസ്നാം, ബിംബങ്ങളെ പൊട്ടിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെയും അവർ മനസ്സിലാക്കിയിരുന്നു. വകാനൂ യഅരിഫൂന എന്ന് പറഞ്ഞത് അവർ മനസ്സിലാക്കിയിരുന്നു, അവർക്കറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? ഇതൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫഖാലു, അവർ ചോദിച്ചു. ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്, അൻത തഅലമു, നിനക്കറിയില്ലേ, അന്നൽ അസ്നാമ, തീർച്ചയായും ബിംബങ്ങൾ, ലാ തൻതിഖു, അവ മിണ്ടുകയില്ലെന്ന്. കാല, ഇബ്രാഹിം പറഞ്ഞു അലൈഹിസ്സലാം, ഫകൈഫ, അപ്പോൾ എങ്ങനെ, തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നു, അൽ അസ്നാം, ബിംബങ്ങളെ. വഇന്നഹാ ലാ തളുറു വലാ തൻഫഉ, യത്രത്തിൽ നിശ്ചയം അവ ഉപദ്രവമോ ഉപകാരമോ ചെയ്യുകയില്ലല്ലോ. വ ഇന്നഹാ, യത്രത്തിൽ നിശ്ചയം അവ. ലാ തളുറു, അവ ഉപദ്രവം ചെയ്യുകയില്ല. വലാ തൻഫഉ, ഉപകാരവും ചെയ്യുകയില്ല. എന്നിരിക്കെ നിങ്ങൾ ഈ ബിംബങ്ങളെ എങ്ങനെ ആരാധിക്കും? വകൈഫ തസ്അലൂന, എങ്ങനെ അവകളോട് നിങ്ങൾ ചോദിക്കും? അൽ അസ്നാമ, ബിംബങ്ങളോട് നിങ്ങൾ ചോദിക്കും. വഇന്നഹാ ലാ തൻതിഖു വലാ തസ്മഉ, യത്രത്തിൽ തീർച്ച അവ സംസാരിക്കുകയോ കേൾക്കുകയോ ചെയ്യില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ അവയോട് ചോദിക്കും? അലാ തഫ്ഹമൂന ശൈഅ, നിങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലേ? അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എന്നൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ചോദിച്ചു. വസക്കതന്നാസു, ജനങ്ങളൊക്കെ മൗനികളായി. വഖജ്ലൂ, അവർ ലജ്ജിച്ചു പോയി. ഇതാണ് പാഠം. എല്ലാവരും ശരിക്കും അർത്ഥം വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.